ഇന്നത്തേത് ഒരു ബിരിയാണി കഥയാണ് കേട്ടോ. വെറും ബിരിയാണിയല്ല, നീൽഗിരി ബിരിയാണി. എന്റെ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഇംപെക്സിന്റെ 10 ലിറ്ററിന്റെ ബിരിയാണി പോട്ടാണ്. ഇതാകുമ്പോൾ സാധാരണ നോൺ സ്റ്റിക് കോട്ടിങ്ങിനേക്കാൾ 10 ഇരട്ടി സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്റ്റീരിയർ ഹാമർ ടോൺ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുക്ക്വെയർ എക്സ്റ്റീരിയറിനെക്കാളും നല്ല ഡ്യൂറബിലിറ്റിയും കിട്ടും. പിന്നെ വീട്ടിൽ തന്നെ ദം ബിരിയാണി വെക്കാൻ ഒരു ദം ലിട്ടും കിട്ടും. അപ്പോൾ അരച്ചു വെച്ച നമ്മുടെ മസാല ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, വറുത്ത സവോള, അല്പം തൈര്, പിന്നെ ഉപ്പുമിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അങ്ങനെ ദേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ബിരിയാണിക്ക് എന്തുകൊണ്ടാണ് നീൽഗിരി ബിരിയാണി എന്ന് പേര് വന്നതെന്ന്. അതെ, ഈ പച്ച നിറം തന്നെയാണ് കാരണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് ഹോൾ സ്പൈസസും കൂടെ പാലും ഒഴിച്ച് അരി പകുതി വേവിച്ചെടുക്കാം. അരി വെന്ത് കഴിയുമ്പോൾ അതിനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് സ്പ്രെഡ് ചെയ്ത് ഫ്രൈഡ് ഒനിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും ഇട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തിട്ട് അരമണിക്കൂർ കൂടെ അടച്ചു തന്നെ വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചെക്കനും പെണ്ണും എത്തി. വച്ച് താമസിപ്പിക്കാതെ അവരുടെ മുന്നിലേക്ക് നമ്മുടെ ബിരിയാണി പോട്ട് കൊണ്ട് വെച്ചിട്ട് വിളമ്പാൻ തുടങ്ങി. ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. ബാക്കിയുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കിയത് വിളമ്പുന്നതും അവർ അത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുന്നതും. പിന്നെ ഭക്ഷണം ഇതുപോലെ നന്നായി എന്നും കൂടെ പറഞ്ഞാൽ ബിരിയാണി കഴിക്കാതെ തന്നെ എന്റെ വയറ് നിറയും. നിങ്ങളും ഈ നീൽഗിരി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അങ്ങനെ ബിരിയാണിയും കഴിപ്പിച്ച് അവരെ യാത്രയാക്കി. ഈ ബിരിയാണി പോലെ തന്നെ ഗംഭീരമാവട്ടെ അവരുടെ വിവാഹ ജീവിതവും. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ.